ഈശ്വംശയായി വിശദീകരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 16-ാം വാക്യം. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ കരുണയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ദൈവത്തിൻ്റെ കരുണയാണ് നമ്മുടെ ജീവിതത്തിലൂടെ എല്ലാം അടിസ്ഥാനം എന്ന സത്യം ശ്ലീഹ ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ പലപ്പോഴും ദൈവത്തെ മറന്ന് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ, ദൈവത്തിൻ്റെ കരുണയെയാണ് നമ്മൾ നിഷേധിക്കുന്നത്. ദൈവം മോശയോട് അരുളി ചെയ്തു, എനിക്ക് കരുണ തോന്നുന്നവരോട് ഞാൻ കരുണ കാണിക്കും, അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും. ഈശോയുടെ കരുണയുടെ ഒരു പ്രത്യേകത എല്ലാവർക്കും വേണ്ടിയുള്ളതും എല്ലാവരെയും തേടി എത്തുന്നതുമാണ്. ദൈവത്തിൻ്റെ കരുണ ആരെയും ഉപേക്ഷിക്കുകയോ മാറ്റി നിർത്തുകയോ അവഗണിക്കുകയോ ചെയ്യുന്നില്ല. സാത്താൻ മനുഷ്യരിൽ നിന്ന് മറച്ചു വയ്ക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. മനുഷ്യരുടെ ഉള്ളിൽ കുറ്റബോധവും അപമാനവും അപകർഷതാബോധവും ആത്മഹത്യാ ചിന്തയും കുത്തിവെച്ചുകൊണ്ട് സാത്താൻ മനുഷ്യനെ നശിപ്പിക്കുന്നു. ദൈവം വിധിക്കുന്നവനാണെന്നും ശിക്ഷിക്കുന്നവനാണെന്നും നിന്റെ പാപങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് കണക്ക് ചോദിക്കുന്നവനാണെന്നുമുള്ള ചിന്ത കുത്തി നിറച്ച് സാത്താൻ നിരന്തരം മനുഷ്യനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോയ്ക്ക് നമ്മോടുള്ള സ്നേഹം എത്രമാത്രം വലുതാണെന്ന് കുരിശുമരണത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു. പക്ഷേ സാത്താൻ തൻ്റെ പ്രവൃത്തികളിലൂടെ യേശുവിൻ്റെ സ്നേഹത്തെ നമ്മിൽ നിന്ന് മറക്കുകയും നമ്മുടെ ഹൃദയങ്ങളെ അന്ധകാരത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കരുണ മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് ഓടിച്ചെല്ലുവാനും ആ കരുണ അനുഭവിച്ചറിയുവാനും നമുക്ക് സാധിക്കണം. ക്രൈസ്തവരായ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ്. ക്രൈസ്തവൻ്റെ തനിമയാണ് ദൈവത്തിൻ്റെ കരുണ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത്. ഈശോയുടെ കരുണ നമുക്ക് നൽകുന്ന ദൗത്യം നാം മറന്നുകൂടാത്തതാണ്. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. ലൂക്ക 6:36. ഈശോയുടെ കരുണ നമ്മുടെ ജീവിതത്തിലൂടെ പ്രതിഫലിക്കണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അത് എങ്ങനെയാണ് പ്രതിഫലിക്കേണ്ടതെന്ന് വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറിയിൽ 163-ാം ഖണ്ഡികയിൽ മനോഹരമായ ഒരു പ്രാർത്ഥനയിലൂടെ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. 3 തരത്തിലുള്ള കരുണ അഭ്യസിച്ചുകൊണ്ടാണ് ഇത് പ്രാവർത്തികമാക്കേണ്ടത്. ഒന്നാമത്തേത്, എല്ലാ തരത്തിലുമുള്ള കരുണയുടെ പ്രവൃത്തികൾ ചെയ്യുക. രണ്ടാമത്തേത്, കരുണയുടെ വാക്കുകൾ, അതായത് കരുണയുടെ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ കരുണയുടെ വാക്കുകൾ പറയുക. കരുണയുടെ വചനങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക. മൂന്നാമത്തേത്, പ്രാർത്ഥന. വാക്കാലും പ്രവൃത്തിയാലും കരുണ കാണിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ പ്രാർത്ഥനയിലൂടെ കരുണയുടെ അനുഭവം മറ്റുള്ളവർക്ക് നൽകുക. പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ആനയിക്കാൻ വേണ്ടി ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക. സ്വർഗസ്ഥനായ പിതാവിൻ്റെ അനന്തമായ കരുണ അനുഭവിച്ച് അറിയുന്നവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ആ കരുണ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ നാം ഉത്തരവാദിത്തപ്പെട്ടവരാണ്. നമ്മുടെ വാക്കുകൊണ്ട്, മനോഭാവം കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, അങ്ങനെ ജീവിതം കൊണ്ട് കരുണ നൽകുവാൻ അവഗണിക്കപ്പെട്ടവരെ, ഉപേക്ഷിക്കപ്പെട്ടവരെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, വേദനിക്കുന്നവരെ കരുണയോടെ ചേർത്ത് പിടിച്ചുകൊണ്ട്, പാപം ചെയ്ത് യേശുവിൻ്റെ സവിധത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് കരുണയോടെ ആനയിക്കുവാൻ നാം ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിശോയെ, അങ്ങയുടെ അനന്തമായ കരുണ അനുഭവിച്ചറിയുന്ന ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അത് മറ്റുള്ളവർക്ക് നൽകാൻ കടപ്പെട്ടവരാണ്. സഹോദരനുമായി പങ്കുവയ്ക്കാൻ ഉത്തരവാദിത്തമുള്ളവരാണ്. അതിനുവേണ്ട കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാപികളായ മനുഷ്യരെ, ഞങ്ങളുടെ സഹോദരങ്ങളെ, അങ്ങയുടെ മക്കളെ അങ്ങയുടെ സന്നിധിയിലേക്ക് ആനയിക്കുവാനും അങ്ങയുടെ കരുണയുടെ അനുഭവം അവർക്ക് സ്വന്തമാക്കുവാനും വേണ്ട അവസരം നൽകാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.